ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറിയൊരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരിക്കും. ലേറ്റായിക്ക് എൻ്റെ ഹസ്ബൻഡ് പണിയും കറി വരുമ്പോൾ 11:30 കഴിഞ്ഞിക്ക് അത് കുറച്ച് വീട്ടിൽ കൂടെ പണി തീർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ടൈൽസിൻ്റെ പണിയല്ലേ. അപ്പം ലേറ്റായതിന് ശേഷം ഇവിടെ ഫിഷൊന്നും അങ്ങനെ വാങ്ങയില്ല. നമ്മളെ കടലിലൊന്നും വന്നതിന് ശേഷം അങ്ങനെ ഫിഷ് അങ്ങനെ വാങ്ങാറില്ല. പക്ഷേ ഞങ്ങൾ അധികം കഴിയുന്ന ദിവസം ചിക്കൻ കാര്യങ്ങളെല്ലാം വാങ്ങും. എന്ന് വെച്ചാൽ എപ്പോഴും വാങ്ങാറില്ല, വല്ലപ്പോഴും. അപ്പം പിന്നെ ഇന്ന് ചിക്കൻ കൊണ്ടുവന്നിക്കേനും അങ്ങനെ പിന്നെ ലേറ്റായി 11:30 കഴിഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ ആക്കാമെന്ന് വിചാരിച്ച് ഇത് നാക്കുമെന്ന് പറഞ്ഞ് അപ്പം ഞാൻ പച്ചമുളക് ഉള്ളിയും മല്ലിപ്പൊടി ഈ മല്ലിപ്പൊടി നമ്മൾ ഗരം മസാല എല്ലാം ഒരുമിച്ച് ആക്കി പൊടിച്ച മല്ലിപ്പൊടിയാണ്. അപ്പോൾ മല്ലിപ്പൊടിയും ഉള്ളിയും ഒക്കെ മഞ്ഞൾപ്പൊടിയും ഇപ്പോൾ മല്ലിപ്പൊടിയോ എല്ലാം ഇട്ടിട്ട് ഞാൻ പറയുന്നത് എനിക്ക് ഇതില്ല എല്ലാ ഗ്രേവി സംഭവങ്ങളും മസാലകൾ ഇട്ടതിന് ശേഷം എല്ലാം നല്ലോണം മിക്സ് ചെയ്ത്. പിന്നെ ഒരു കാര്യം മറന്നു, നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ ചതച്ചിട്ടേനു, അത് ഇടാൻ മറന്നു. പിന്നെ അത് ചേർത്തു, പിന്നെയും മിക്സ് ചെയ്തു. അത് മിക്സ് ചെയ്തതിന് ശേഷം അയ്യോ കൈക്ക് പുകഞ്ഞിട്ടൊരു രക്ഷയില്ലേ. അങ്ങനെ വെള്ളം ചേർത്ത്, പാകത്തിന് ശേഷം വെള്ളം ചേർത്തു. ഞാൻ കാട്ടിക്കൂട്ടി ചിക്കൻ കറി ഉണ്ടാക്കുന്നു, വാട്ടാണ്ടാണ് ഉണ്ടാക്കുന്നത്. രാത്രിയല്ലേ, ഇങ്ങനെയെല്ലാം പോട്ടേന്ന് വിചാരിച്ചു. അങ്ങനെ 4 വിസിൽ കഴിഞ്ഞാലും ചിക്കൻ റെഡി. ചിക്കൻ അടിപൊളിയായിട്ട് വെന്തിട്ടിട്ട് എന്നിട്ട് ഇത്തിരി ചിക്കൻ മസാല ഇട്ടിട്ട് ഒന്ന് പതിപ്പിച്ചിങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു. അതിൻ്റെ കൂടെ ലേശം മല്ലിച്ചപ്പും ചേർക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം ഇത്തിരി മല്ലിച്ചപ്പും ചേർത്തു. എന്നിട്ടൊന്ന് പതിപ്പിച്ചെടുത്തിട്ട് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തു. പിന്നെ ഏതായാലും ഇങ്ങനെയല്ലേ ചിക്കൻ കറി വെച്ചത്, വറവങ്ങ് ഉഷാറാക്കിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പം തേങ്ങാക്കൊത്ത് ചെറുങ്ങനെ മുറിച്ചിട്ടതിന് ശേഷം നമ്മൾ ചിക്കൻ കറിയിലെല്ലാം അങ്ങനെ വെച്ചാലും തേങ്ങാക്കൊത്തിട്ട് വറവിട്ട പ്രത്യേക രുചിയാണ്. ഞാൻ അധികം ചിക്കൻ കറി തേങ്ങാക്കൊത്തിട്ടാണ് വറവിടുക. അത് ചിക്കൻ കറിയായാലും കടലക്കറിയായാലും എനിക്കിഷ്ടം അങ്ങനെ വറവിട്ടിട്ട് ആ തേങ്ങാക്കൊത്ത് എന്നെ കടിച്ച് കഴിക്കാൻ പ്രത്യേക രുചിയല്ലേ. അങ്ങനെ എണ്ണ തെളിച്ച് അത് തേങ്ങാക്കൊത്തിട്ട് നല്ലോണം വറുത്തെടുത്ത് നല്ല വറുത്തെടുത്ത് വാടിയതിന് ശേഷം ചിക്കനിലേക്ക് ചേർത്തു. അടിപൊളിയായിരിക്കും. ചിക്കനിൽ തേങ്ങാക്കൊത്ത് ഇട്ടാൽ നല്ലോണം വാടിയിട്ടുണ്ട്. അതിന് ശേഷം ചിക്കൻ ചേർത്തു. അങ്ങനെ ചിക്കൻ അങ്ങനെ റെഡിയായി. ഒരു കാട്ടിക്കൂട്ടി ചിക്കനാണ്. അങ്ങനെ റെഡിയാക്കി എടുത്തു. എല്ലാം കൂടി രാത്രി ഒരു 11-12 മണിയെല്ലാം ആകാനായി. ഞാനും കഴിച്ചിട്ടില്ല ഫുഡ്. പിന്നെ ഇപ്പുറം വന്നിട്ടേ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞാനും കഴിച്ചിട്ടില്ല, എൻ്റെ മൂത്ത മോനും കഴിച്ചിട്ടില്ല. പക്ഷേ ചെറിയ മോൻ കഴിച്ചു തുടങ്ങി. എന്നാൽ ഇത്ര മാത്രമേ വീഡിയോ ഇടും കേട്ടോ ഗേസ്. ഓക്കെ, ടാറ്റാ.